ആരാധിക്കുന്നു ദൈവമേ, ഉസ്തിയാം ദിവ്യ സ്നേഹമേ. ആരാധിക്കുന്നു ദൈവമേ, ഉസ്തിയാം ദിവ്യ സ്നേഹമേ. ഈശോയുടെ തിരുസന്നിധിയിൽ കരുണയുടെ മണിക്കൂറിൽ നമ്മളായിരിക്കുന്ന സമയം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ അവിടുത്തെ ആരാധിക്കുവാനായിട്ട് നമുക്കായിരിക്കാം, നമുക്കൊരുങ്ങാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും പ്രയാസങ്ങളും, നമ്മൾ കടന്നു പോകുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മടികൂടാതെ നമുക്ക് തുറന്നു വയ്ക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ വേദനകളും, നമ്മുടെ എല്ലാ സങ്കടങ്ങളും കർത്താവിനറിയാം. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അവിടത്തേക്ക് അജ്ഞാതമല്ല. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നുമില്ല. എങ്കിലും നമ്മൾ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാനും വിശ്വസ്തയോടെ, ഉറപ്പോടെ, പൂർണ്ണ മനസ്സോടെ, തുറവിയോടെ അവിടുത്തെ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങൾ തുറന്നു വെക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മൾ തുറന്നു വയ്ക്കുന്നു, കർത്താവിന് എത്രമാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാൻ നമ്മൾ അനുവാദം കൊടുക്കുന്നു, അത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാൻ, നമ്മുടെ വേദനകളിലേക്ക് ഇറങ്ങി വരുവാൻ, നമ്മളെ സുഖപ്പെടുത്തുവാനും സൗഖ്യപ്പെടുത്തുവാനും എല്ലാം കർത്താവിന് സാധിക്കും. അതേസമയം നമുക്ക് ആ തുറവിയില്ലെങ്കിൽ, നമ്മളെ ബലം പ്രയോഗിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരുന്ന ഒരാളല്ല ദൈവം. നമ്മുടെ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ തീരുമാനത്തെയും അവിടുന്ന് മാനിക്കുന്നു, അവിടുന്ന് കാത്തിരിക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കയറി ചെന്ന് എൻ്റെ എല്ലാ സങ്കടങ്ങളും അവിടുത്തെ സന്നിധിയിൽ നിന്ന് തുറന്നു വയ്ക്കാൻ. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു പ്രവൃത്തിയിലൂടെ ഞാൻ എളിമപ്പെടുവാണ്. നമ്മളെപ്പോഴാണ് മറ്റൊരാളോട് സഹായം ചോദിക്കുന്നത്? നമുക്കത് സ്വയമേ ചെയ്യാൻ സാധിക്കാത്ത സമയത്താണ്. എന്തു ചെയ്യണമെന്നറിയാത്തപ്പോൾ, ചെയ്യാൻ കരുത്തില്ലാത്തപ്പോൾ, അറിവില്ലാത്തപ്പോഴൊക്കെ നമ്മൾ മറ്റൊരാളുടെ സഹായം തേടും. ദൈവസന്നിധിയിൽ നമ്മൾ കയറി ചെന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ സങ്കടങ്ങൾ തുറന്നു പറയുമ്പോൾ, അവിടുത്തെ സഹായം തേടുമ്പോൾ, നമ്മൾ അറിഞ്ഞുമറിയാതെയൊക്കെ നമ്മുടെ ഉള്ളം കൊണ്ട് പറയുന്ന കാര്യം എന്താണ്? കർത്താവിന് മാത്രമാണ് എന്നെ രക്ഷിക്കാൻ പറ്റും. എന്നെക്കൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കില്ല, എന്നെക്കൊണ്ട് തന്നെ എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല, എന്നെക്കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം നിയന്ത്രിക്കാൻ പറ്റില്ല. കർത്താവിന് മാത്രമാണ് എന്നെ രക്ഷിക്കാൻ സാധിക്കൂ. പലപ്പോഴും നമ്മളെ കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു കൊടുക്കാത്തതാണ് പ്രശ്നം. ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിലെ ചില വേദനകളിലേക്ക് കയറി വരാമോ കർത്താവേ? ഈശോയെ, ഞാനിത് നിനക്ക് സമർപ്പിക്കുന്നു. എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് പ്രവർത്തിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ ഒരു പ്രയാസത്തെ, പ്രശ്നത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാറില്ല പലപ്പോഴും. ഞാനും ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും, ഞാൻ എന്നാ ചെയ്യണ്ടേ, എനിക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നേ, എനിക്ക് എന്നെ അറിയാവുന്നേ, എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഈശോയിൽ പ്രിയമുള്ളവരെ, എന്നെക്കൊണ്ടും നിന്നെക്കൊണ്ടും എന്തു ചെയ്യാൻ പറ്റുമെന്നല്ല, കർത്താവിന് ഒന്നും അസാധ്യമല്ല എന്നൊരു ബോധ്യത്തിൽ കർത്താവിന് നിൻ്റെ ജീവിതത്തെ ടേക്കപ്പ് ചെയ്യാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ മേലൊരു അധികാരമെടുക്കാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. അപ്പോൾ കർത്താവ് നീ തുറന്നു വയ്ക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളിലേക്കും കർത്താവ് ഇറങ്ങി വരും. അവിടുന്ന് നിന്നെ കാരുണ്യത്തോടെ സ്പർശിക്കും, നിൻ്റെ ജീവിതത്തെ സുഖപ്പെടുത്തും. ആ ഒരു ബോധ്യത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഈശോയിൽ പ്രിയമുള്ളവരെ, സങ്കീർത്തനം 16:2 നമ്മൾ കാണുന്നുണ്ട്, അവിടുന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. വചനം പറയണം, അവിടുന്നാണ് എൻ്റെ കർത്താവ്.
നമ്മൾ ആരെയാണ് കർത്താവ് എന്ന് വിളിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലോർഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ കർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ മേൽ അധികാരമുള്ളവനെയാണ്, നമ്മുടെ അധികാരിയെയാണ് നമ്മൾ കർത്താവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വചനത്തിൽ സങ്കീർത്തകൻ പറയുകയാണ്, അവിടുന്നാണ് എൻ്റെ കർത്താവ്. ഞാൻ ഏറ്റു പറയുകയാണ്, കർത്താവേ, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ ബന്ധങ്ങളുടെ മേൽ, ഞാനായിരിക്കുന്ന എൻ്റെ ജോലികളുടെ മേൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളുടെ മേലും അധികാരമുള്ളവനാണ് അവിടുന്ന്. ഒരു വ്യക്തി തൻ്റെ മേൽ അധികാരമുള്ള തൻ്റെ അധികാരിയുടെ മുൻപിൽ വിനയത്തോടെ, വിധേയത്തോടെ, അനുസരണയോടെ നിൽക്കും. കാരണം താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് തൻ്റെ അധികാരി തനിക്ക് പറഞ്ഞു തരുമെന്ന് ആ വ്യക്തിക്കറിയാം. തന്നേക്കാൾ അറിവും, തന്നേക്കാൾ അനുഭവവും, തന്നേക്കാൾ എല്ലാ തരത്തിലും ക്വാളിഫിക്കേഷനുള്ള തൻ്റെ അധികാരി ഏറ്റവും നല്ലതായതും ഏറ്റവും മേന്മയായിട്ടുള്ളതും ചെയ്യാൻ തന്നെ ക്രമപ്പെടുത്തും എന്ന വ്യക്തിക്കറിയാം. അപ്പോൾ ദൈവതിരുസന്നിധിയിൽ ഈ ആരാധന മുൻപിലിരുന്ന് എൻ്റെ ഹൃദയം ഈ ദിവ്യകാരുണ്യത്തെ നോക്കി പറയുവാണ്, അവിടുന്നാണ് എൻ്റെ കർത്താവ്. ഈശോയെ, അവിടുന്നാണ് എൻ്റെ കർത്താവ് എന്ന് ഞാൻ പറയുമ്പോൾ, ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അധികാരം അങ്ങേക്കാണ്. എൻ്റെ പഠനത്തിൻ്റെ മേൽ, എൻ്റെ ജോലിയുടെ മേൽ, എൻ്റെ ബന്ധങ്ങളുടെ മേൽ, എൻ്റെ ദാമ്പത്യത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ, എൻ്റെ സമ്പത്തിൻ്റെ മേൽ, എൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ, എൻ്റെ രോഗങ്ങളുടെ മേൽ, എൻ്റെ വരുമാനത്തിൻ്റെ മേൽ, എൻ്റെ ചെലവുകളുടെ മേൽ, എല്ലാത്തിൻ്റെ മേൽ അധികാരം ഈശോയെ നിനക്കാണെന്ന് ഞാൻ ഏറ്റു പറയാം. ഒറ്റ നോട്ടത്തിൽ ഇത് വളരെ എളുപ്പമുള്ളതാണ് എന്ന് തോന്നിയേക്കാം. പക്ഷേ സങ്കീർത്തകൻ വീണ്ടും പറയാണ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്, അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരൊറ്റ വാക്കിൽ, കർത്താവെ, നീ എൻ്റെ കർത്താവാണ്, ഈശോയെ, നീ എൻ്റെ കർത്താവാണ്, യു ആർ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, നീ എൻ്റെ കർത്താവും ദൈവവുമാണെന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഞാൻ ആശ്രയം വയ്ക്കുന്നതും, ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ നന്മയ്ക്ക് വേണ്ടി കണ്ടെത്തുന്നതുമായ, ആശ്രയിക്കുന്നതുമായ വ്യക്തികളോ സാഹചര്യങ്ങളോ മറ്റ് വസ്തുക്കളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സ്വാഭാവികമായിട്ട് കുറേയേറെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ അറിവ്, നമ്മുടെ കഴിവ്, നമ്മുടെ അനുഭവജ്ഞാനം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്വത്തുവകകൾ, നമ്മുടെ ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇവയിൽ നിന്നൊക്കെയും ഞാൻ നന്മ പ്രതീക്ഷിക്കുകയാണ്, നല്ലത് പ്രതീക്ഷിച്ചുകൊണ്ട് അവയിൽ ആശ്രയം വയ്ക്കുകയാണ്. എനിക്കിതിനെക്കുറിച്ച് അറിവുണ്ട്, കഴിവുണ്ട്, അനുഭവമുണ്ട്, എനിക്ക് ഇന്ന കൂട്ടുകാരുണ്ട്, ഇന്ന ബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് അവരെന്നെ താങ്ങിക്കൊള്ളും. അതുള്ളിടത്തോളം കാലം ഞാൻ സങ്കടപ്പെടേണ്ട, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശുള്ളിടത്തോളം കാലം ഞാൻ എന്തിനു വിഷമിക്കണം. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തെ മറന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കുന്നത് നശ്വരങ്ങളായ, ലൗകികങ്ങളായ ഇത്ര പല കാര്യങ്ങളെയാണ്. അതുകൊണ്ട് കർത്താവെ എന്ന് ഞാൻ ആരെയാണ്, എന്തിനെയാണ് വിളിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ നമ്മളത് ചിന്തിക്കുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, എൻ്റെ ജീവിതത്തെ ഭരിക്കുന്നത് ദൈവമാണോ, അതോ ഈ ലോക വസ്തുക്കളോ, ഞാൻ തന്നെയോ, എൻ്റെ സ്വഭാവമോ, എൻ്റെ ബലഹീനതയോ എന്തെങ്കിലും ആണോ ചിന്തിക്കുന്നത് നല്ലതാണ്. ചിലപ്പോഴൊക്കെ ഇന്നത്തെ കാലഘട്ടത്ത് ഒരു പക്ഷേ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടെക്നോളജിയോ സാമൂഹിക മാധ്യമങ്ങളോ ഒക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിനെ ഇങ്ങനെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത്. അതില്ലാതെ പറ്റത്തില്ല, അതുണ്ടെങ്കിൽ മാത്രമേ എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം അടങ്ങിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും ആനന്ദവും നന്മയും ഉയർച്ചയും എല്ലാം ഇത്തരം ടെക്നോളജിയിലാണെന്ന് ആശ്രയിക്കുന്നുണ്ടാകാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ കാശുണ്ടെങ്കിൽ, നല്ല സാലറി ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ്. എൻ്റെ ജീവിതം എപ്പോഴും സേഫാണ്. നല്ലൊരു ശമ്പളം കിട്ടിയാൽ, അത്യാവശ്യം വരുമാനമുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തുഷ്ടിയായിരിക്കുമെന്ന് ചിന്തിക്കുന്നിടത്ത് സാവകാശം നമ്മുടെ മനസ്സിൽ നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തുവാണ്. എന്നിട്ട് സമ്പത്തിനെ ഇവിടെ കയറ്റിവെക്കുവാണ്. ദൈവത്തെക്കാളും ഞാൻ ആശ്രയം വയ്ക്കുന്നത് സമ്പത്തിനെയാകുന്നു. ദൈവത്തെക്കാളും ഞാൻ ഉറപ്പോടുകൂടി കിടന്നുറങ്ങുന്നത് സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകളിലായിരിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് വരുന്നതും നാളെ പോകുന്നതുമായ ഇത്തരം കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നവർ അഭിശപ്തരാണ് എന്ന് വചനം പറയാം. എൻ്റെ എല്ലാ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടം ദൈവമാണ്. ലോകത്തിലേക്ക് നോക്കിക്കേ, ഭൗതികമായതിലും ലൗകികമായതിലും ആശ്രയം വെച്ചിട്ടുള്ളവരാരും ജീവിതത്തെ സന്തുഷ്ടിയോടും സംതൃപ്തിയോടും കൂടി ജീവിച്ചിട്ടില്ല.
അവരുടെ എല്ലാം ജീവിതത്തിൽ ശൂന്യതയാണ്. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ, സൗന്ദര്യത്തിൽ ആശ്രയിക്കുന്നവർ, കൂട്ടുകെട്ടുകളിൽ, ബന്ധങ്ങളിൽ ആശ്രയിക്കുന്നവർ, അതൊരു പക്ഷെ നാളെ താഴെ പോയേക്കാം, നാളെ കൈവിട്ടു പോയേക്കാം. ഞാൻ ആ ഒരു കാര്യത്തിൽ നിന്ന് മുറിവും വേദനയും ഒക്കെ അനുഭവിച്ചേക്കാം. പക്ഷേ ഒരിക്കലും മാറാത്ത നന്മ, സ്നേഹം, എല്ലാത്തിൻ്റെയും ഉറവിടം എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ജെറമ്യ പ്രവാചകൻ പറഞ്ഞില്ലേ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അതിൻ്റെ ഇലകൾ കൊഴിയുന്നില്ല, അത് ഉണങ്ങിപ്പോകത്തില്ല. കാരണം അതിൻ്റെ ഉറവിടം, അത് ആഴപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലാണ്. അത് ആഴപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലാണ്. അതൊരിക്കലും ഉണങ്ങിപ്പോകില്ല. ഞാൻ ആശ്രയിക്കുന്നതും ആശ്രയം വയ്ക്കുന്നതും ദൈവത്തിലാണെങ്കിൽ സമ്പത്തില്ലാതെ പോയാലും, ബന്ധങ്ങളിൽ വിള്ളലുണ്ടായാലും, മറ്റുള്ളവരെന്നെ വഞ്ചിച്ചാലും, ഉപേക്ഷിച്ചാലും, തിരസ്കരിച്ചാലും, എൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടാലും, എനിക്ക് രോഗം വന്നാലും, ഞാൻ പരാജിതനായാലും പരാധീനനായാലും എൻ്റെ ആനന്ദം എന്നിൽ നിന്ന് എടുക്കപ്പെടില്ല. കാരണം ഞാൻ അതിൻ്റെ ഉറവിയിലേക്ക് വേരാഴ്ത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സഹനങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ, തിക്താനുഭവങ്ങളുടെ, പീഡനങ്ങളുടെ നടുവിലൊക്കെ ആദിമ ക്രൈസ്തവ സഭയിലെ ധീരരായ രക്തസാക്ഷികൾ വേദനയുടെ നടുവിലും പുഞ്ചിരിയോടും സന്തോഷത്തോടും കൂടി നിന്ന് എന്തുകൊണ്ടാണ്? അവരാശ്രയം വെച്ചത് ശരീരത്തിൻ്റെ സുഖത്തിലല്ല, അവരാശ്രയം വെച്ചത് സമ്പത്തിൻ്റെ സുഖത്തിലല്ല, അവരാശ്രയം വെച്ചത് ചോദിക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന ജീവിതത്തിൻ്റെ സുഖങ്ങളിലല്ല. പിന്നെയോ അതിനേക്കാളൊക്കെ ഉപരി ജീവിതത്തെ നിറവാക്കാൻ പറ്റുന്ന, എൻ്റെ ജീവിതത്തിന് പൂർണ്ണത തരുന്ന ദൈവത്തിലാണ്. സ്നേഹമുള്ളവരെ, ഈ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ നമ്മളായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഉറവിടവും അന്തവും എല്ലാം, ആദിയും അന്തവും എല്ലാം ദൈവത്തിൽ. ഞാൻ ദൈവത്തിലാണ് ആഴപ്പെട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഓരോ ചുവടുവയ്പും ദൈവത്തോട് ചേർത്താണ് നടത്തുന്നത്. എൻ്റെ എല്ലാ തീരുമാനങ്ങളും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് ചെയ്യുന്നത് എന്നുറപ്പുള്ളൊരു വ്യക്തിയെ ഒരിക്കലും ഈ ലോക വസ്തുക്കൾക്ക് തകർക്കാൻ പറ്റില്ല. കാരണം ആശ്രയം വേരാഴ്ന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും ഉറവിടമായ ദൈവത്തിലാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ പറയുകയാണ്, എനിക്ക് നന്മ വരുന്നത് കർത്താവിൽ നിന്ന് മാത്രമാണ്. ഞാൻ നന്മ അന്വേഷിക്കുന്നതും ദൈവത്തിൽ മാത്രമാണ്. ഈ ലോക വസ്തുക്കളിൽ നന്മ അന്വേഷിക്കുന്നവർ നാളെ നിരാശപ്പെടും, നഷ്ടദുഃഖം അനുഭവിക്കേണ്ടി വരും, ശൂന്യതാബോധത്തോടെ നടക്കേണ്ടി വരും. കാരണം അത് ഇന്നുള്ളതും നാളെ കൈവിട്ടു പോകുന്നതുമാണ്. കർത്താവിൻ്റെ കാരുണ്യം എന്നേക്കും അസ്തമിക്കാതെ നിലനിൽക്കുന്നതാണ്. കർത്താവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് എന്താ? എൻ്റെ ജീവിതത്തിൽ ഞാൻ അർഹിക്കുന്നതിലും അധികം സ്നേഹം തന്ന് എന്നെ താങ്ങി നിർത്തുന്ന ദൈവമാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് സംതൃപ്തി ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചാൽ എനിക്ക് അതിപ്പോൾ കിട്ടണം, ഞാനൊരു കാര്യം ആഗ്രഹിച്ചാൽ അതിപ്പോൾ തന്നെ എനിക്ക് നേടിയെടുക്കാൻ പറ്റണം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകില്ല. ക്ഷമയോടെ കാത്തിരുന്ന് കർത്താവ് തൻ്റെ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള നേരത്ത് കൃപകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും, ശക്തിപ്പെടുത്തും എന്നൊരു പ്രത്യാശയോടെയും ഉറപ്പോടെയും കാത്തിരിക്കുവാനുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു. പലപ്പോഴും സ്വിച്ചിട്ടാൽ എനിക്ക് അപ്പോൾ തന്നെ കിട്ടുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അപ്പോൾ കിട്ടണം. എന്തെങ്കിലും ഒരു വേദനയുണ്ടെങ്കിൽ ഈശോയെ പ്രതി, പാപികളെ പ്രതി, ശുദ്ധീകരണ ആത്മാക്കളെ പ്രതി ആ വേദന ഞാൻ സന്തോഷത്തോടെ സഹിക്കുന്നതിന് പകരം വേദന തരുന്നൊരു ദൈവത്തെ എനിക്ക് വേണ്ട. എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന, എൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റി തരുന്ന മാത്രം ഒരു ദൈവത്തെ മതി എന്ന് പറഞ്ഞ് ഇസ്രായേൽക്കാരെ പോലെ നമ്മുടെ ജീവിതത്തിൽ സ്വർണ്ണ കാളക്കുട്ടികളെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു ദൈവം, എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടത്തിത്തരുന്നൊരു ദൈവം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മാത്രം എന്നോട് പെരുമാറുന്നൊരു ദൈവം, ആ ദൈവത്തെ എനിക്ക് മതി എന്ന് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അധികാരമുള്ള വസ്തുക്കൾ, സമ്പത്ത്, സാങ്കേതികവിദ്യ, ബന്ധങ്ങൾ, വ്യക്തികൾ, സാഹചര്യങ്ങളെ ഞാൻ ആശ്രയിക്കുകയും അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നത്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവികാരുണ്യ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം എൻ്റെ ഹൃദയം പൂർണ്ണമായും ഈശോയിൽ, ഈ ദിവ്യകാരുണ്യത്തിലാണോ ആഴപ്പെട്ടിരിക്കുന്നത്? ആത്മശോധന ചെയ്യാം. കർത്താവിലല്ലാതെ മറ്റൊരിടത്തും ഞാൻ നന്മ അന്വേഷിക്കില്ല. ഞാൻ ആരാധിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ആശ്രയം വയ്ക്കുന്നത്, എൻ്റെ സർവവും, എൻ്റെ ജീവിതത്തിൻ്റെ ഉറവിടവും, എൻ്റെ ജീവിതത്തിൻ്റെ ആദിയും ആഴവും അന്തവും എല്ലാം കർത്താവാണ് എന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടുത്തെ ദിവ്യകാരുണ്യം ആഗ്രഹിക്കുന്നത് പോലെ ലോകമാസകലമുള്ള എല്ലാ പാപികളെ നമുക്ക് ഓർക്കാം. കർത്താവെ,
അവരുടെ എല്ലാ പാപമേഖലകളിൽ അവരെ കഴുകിയെടുത്ത് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധ കത്തോലിക്ക സഭയെ വിശുദ്ധിയിൽ സ്നേഹത്തിലും കർത്താവെ നിലനിർത്തണമേ. സഭയെ നയിക്കുന്ന അജപാലകരെ ധൈര്യപ്പെടുത്തി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ നാടിനെ ഭരിക്കുന്ന നേതാക്കളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകത്താൽ അവരെ നിറയ്ക്കുകയും വിശുദ്ധീകരിക്കുകയും നയിക്കുകയും ചെയ്യണമേ. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും ഭിന്നതകളും മാറിപ്പോകുവാനും കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹവും ശാന്തിയും സമാധാനവും നന്മയും നിറയുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിത ക്ലേശങ്ങളാൽ തടസ്സം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്ന വിദ്യാർത്ഥികളെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, മറ്റ് തടസ്സങ്ങൾ നേരിടുന്നവരുടെ എല്ലാം പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മാറോട് ചേർത്ത് വെച്ച് ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ കരുണയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.